അപ്പം മമ്മൂന്റെ ഫുൾ എഡ്യൂക്കേഷൻ മമ്മൂന ഒരു ജെന്റിൽമാനാക്കി മാറ്റാന്നുള്ള പ്രോമിസ് നമുക്ക് അസ്ലംക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, തമാശയല്ല മമ്മു നിന്നെ പറയിപ്പിക്കുന്നത്, തമാശയല്ല മമ്മു നിന്നെ പറയിപ്പിക്കാൻ. നിന്നെ ഇപ്പോൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു. അറിയണം ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും, മനസ്സിലായി? ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ അപ്പുറത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവനെ തീർത്ത് കൊല്ലാൻ പറ്റും എനിക്ക്. എടാ എഡ്യൂക്കേഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഇവനെ പറഞ്ഞു നേരെയാക്കാന്നല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാവും? പിന്നെ വേറൊരു മെയിൻ കാര്യം, മുത്തേ അസ്ലംക്ക് വന്നിട്ട് ആദ്യം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇതായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ സാധാരണ ഇങ്ങനെ എന്തൊക്കെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കമ്പനികളോ വന്നിട്ട് ഇതാക്കുമ്പോൾ ഓഫറുകൾ ഇതെല്ലാം നമ്മളോട് അത് ചെയ്യാം, ഇവരെ ഇതാക്കാം, ഇന്നതാക്കാം, നിങ്ങളെ അവിടെ കൊണ്ടുപോകാം അങ്ങനത്തെ ഉള്ള ഓഫറുകൾ തരാം. പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് മുത്തേ, അതായത് 5 പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാന്ന് അസ്ലംക്ക് പറഞ്ഞിട്ടുണ്ട്. മുത്തേ അതിനൊരു ബിഗ് W സാറ്റ്. മമ്മൂന ഇവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ 5 പാവപ്പെട്ട ഡിസേർവിംഗ് ആയിട്ടുള്ള എന്താ മമ്മു എന്തെങ്കിലും തിരിച്ചെന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, തിരിച്ചെന്തെങ്കിലും പറയാനുണ്ടോ? നിനക്ക് എന്തെങ്കിലും ഇതുണ്ടോ, വിയോജിപ്പുണ്ടോ നിന്നെ പഠിക്കാൻ വിടുന്നതിന്? അതുപോലും അറിയില്ല. അപ്പൊ മനസ്സിലായല്ല, ഇവന്റെ ഒരു ലെവല് മനസ്സിലായല്ല. മമ്മൂനെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. മോട്ടിവേഷൻ തരാം. താഴെ ബേക്കറി ഇല്ലേ, താഴെ ബേക്കറി ഉണ്ട്. അപ്പൊ പപ്സ് ഇതെല്ലാം തോന്നാ. വൈ റിലീജിയനോ മനസ്സിലായില്ല. അയ്യോ റിലീജിയസ് എഡ്യൂക്കേഷൻ അല്ല, അയ്യോ മദർസ് അങ്ങനത്തെ അല്ല. ഇവന് പ്രോപ്പർ +1 +2 കഴിഞ്ഞ് ഡിഗ്രി ഇങ്ങനത്തെ കാര്യങ്ങൾ മൊത്തം മനസ്സിലാവും. ഇങ്ങനത്തെ മൊത്തം ഇത് എഡ്യൂക്കേഷൻ പഠിപ്പിച്ചു കൊടുക്കാനുള്ള പരിപാടിയാവും, മനസ്സിലാവും? എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള പരിപാടിയാവും. പ്രൊമോഷൻ ശരിയാണ്, പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്തത്. പക്ഷേ ഇവർ പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്, മനസ്സിലാവും? അതായത് 5 പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാന്ന് പറഞ്ഞു. അത് നമ്മൾ കാണാണ്ട് പോയത്, മനസ്സിലാവും? കാരണം സംഭവം പ്രൊമോഷൻ തന്നെ ശരി തന്നെ. പക്ഷേ സ്റ്റിൽ മമ്മൂനെ പഠിപ്പിക്കാം. പിന്നെ ആരോ നമ്മളെ വീട്ടിൽ ആരോ വേണമെങ്കിലും ഇവർ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് എന്താ അറിയോ, നിങ്ങളെ അറിവിൽ, നിങ്ങളെ പരിചയത്തിലോ നിങ്ങളെ അറിവിലോ എഡ്യൂക്കേഷൻ അർഹിക്കുന്ന, അതായത് എഡ്യൂക്കേഷൻ ഡിസേർവിംഗ് ആയിട്ടുള്ള, പക്ഷെ എന്നാ പഠിക്കാൻ പൈസ ഇല്ലാത്ത അല്ലെങ്കിൽ പഠിക്കാൻ ഫൈനാൻഷ്യലി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? യെസ് ഓർണോ ചാറ്റ്? യെസ് ഓർണോ? ഷമീർ എന്ത് ഷമീർ? ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയുമ്പോ ഷമീറിലും പോയി. ഷമീറിനെ ഞാൻ വിട്ടു. ഇന്നലത്തെ സംഭവത്തോടുകൂടി ഞാൻ ഷമീറിനായിട്ടുള്ള ആത്മബന്ധം ഞാൻ ഉപേക്ഷിച്ച്, മനസ്സിലാവും? ഓടാ സ്ക്രിപ്റ്റ് അല്ല എടാ, സീരിയസ്ലി എടാ മുത്ത, ശരിക്കും നിങ്ങളെ അറിവിൽ ആരെങ്കിലും ഇങ്ങനെ ഡിസേർവിംഗ് ആയിട്ടുള്ള പഠിക്കാൻ ആഗ്രഹമുള്ള, പഠിക്കാൻ ഡിസേർവിംഗ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അതുണ്ടെങ്കിൽ ഗൈസ് എജുതാലിം അവരെ മൊത്തം ചെലവ്, എഡ്യൂക്കേഷൻ ചെലവും നോക്കിക്കോളും. അല്ല നമുക്ക് അതിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കും. നിങ്ങളെന്താ പുതിയ എജുതാലിം ഇന്റർനാഷണൽ എഡ്യൂക്കേഷനില് മമ്മൂന്റെ ഒരു പഠനവുമായി ബന്ധപ്പെട്ട് നമ്മളെ ട്യൂഷൻ സാറിനോ? ഇതാരാ നിങ്ങളെ സ്റ്റുഡന്റ് വന്നില്ലല്ലോ? ആസാദ് അഹമ്മദ് നിങ്ങളെ സ്റ്റുഡന്റാ? അറിയോ? ആസാദ് അഹമ്മദ് ആരെ പേരാന്ന് എനിക്കറിയില്ല. നമ്മളെ ട്യൂഷൻ സാർ എന്നെല്ലാം പറയുന്നുണ്ട്. വ്യക്തമായ പേര് അറിയണമെങ്കിൽ നമുക്ക് പരിചയം ഉണ്ടാവും. കുറെ പേരെ പഠിപ്പിച്ചല്ലേ. അപ്പൊ പറഞ്ഞു വന്നത്, അപ്പോ എഡ്യൂക്കേഷൻ ഇസ് ഇമ്പോർട്ടന്റ്. എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു നല്ലൊരു രാജ്യങ്ങളിലേക്ക് വിസ അടിച്ച് കിട്ടണമെങ്കിൽ വരെ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട് ഫിനാൻസ് ഇത്ര നോക്കുന്നത് ഉപരി അവരെന്ത് ചെയ്യും, എഡ്യൂക്കേഷൻ അടക്കം നോക്കും. നമ്മൾ എത്ര സമ്പാദിച്ചു എന്നുള്ളതിനേക്കാൾ അപ്പുറമാണ് നമ്മൾ എന്ത് എഡ്യൂക്കേഷൻ നേടി എന്നുള്ളത്. സിമ്പിൾ ആയിട്ട് പറയാൻ, ഇപ്പൊ അബ്രോഡ് ആണല്ലോ നമ്മളൊരു ട്രെൻഡ്. നമ്മളൊരു സ്റ്റുഡന്റ് ആൾ 24 മണിക്കൂറിൽ 20 മണിക്കൂറും ഒരു വീട്ടുജോലി ചെയ്യാം അബ്രോഡ്. മക്കളൊക്കെ നാട്ടിലാണ്, അവര് ചെയ്യുന്നത് അതിൽ അരമണിക്കൂർ ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, പഠനത്തിന് മാറ്റിവെക്കാം. എന്നിട്ട് ബാക്കി വരുന്ന 3.5 മണിക്കൂറോ മറ്റാണ് ഇവരെന്ത് ചെയ്യുന്നത്, റെസ്റ്റ് എടുക്കുന്നത്. സോ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. അല്ല, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള മെയിൻ ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ അബ്രോഡിന്റെ കാര്യം പറഞ്ഞല്ലോ, സാധാരണ നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇവരെല്ലാം ഇങ്ങനെ പ്രൊമോഷനോ അല്ലെങ്കിൽ ഇവരെ ഷൗട്ട് ഔട്ട് അങ്ങനത്തെ ലെവലിലെല്ലാം നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ സാധാരണ നിങ്ങളെ UK കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇത് ഈജിപ്ത് മറ്റേ ലണ്ടനിൽ കൊണ്ടുപോകാം, ജർമ്മനി കൊണ്ടുപോകാം, അങ്ങനെയല്ല പറയല്. നിങ്ങൾ എന്തുകൊണ്ടാണ് പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളൊരു ഒരു സ്റ്റാൻഡ് എടുക്കാനുള്ള കാരണം അതൊരു ചെറിയ കാര്യമല്ല. കാരണം ഒരു കുട്ടിക്ക് എഡ്യൂക്കേഷൻ എത്ര ചിലവാകും എനിക്കറിയാം, മനസ്സിലാവും? അപ്പൊ 5 കുട്ടികളെ ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വലിയൊരു തീരുമാനം നിങ്ങൾ എടുക്കാനുണ്ടായ കാരണം അത് പറയാം. 5 ഫാമിലി എന്ത് ചെയ്യും, സക്സസ് പോയിന്റിലേക്ക് എത്തും. അതെ,
ഇപ്പൊ ഞാൻ പേഴ്സണലി ഞാനൊരു മൂത്ത മകനാണ്. പലരും മൂത്ത മകനായിട്ടുള്ളവരൊക്കെ ഓഡിയൻസ് ഉണ്ടാവും. അവര് അനുഭവിക്കുന്ന സ്ട്രഗിളിംഗ് അതെ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ഫാമിലിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടൈം ആയിരിക്കും നമ്മളൊരു ഏജ് എന്ന് പറയുന്നത്. ഫാമിലിക്ക് വേണ്ടി മാറ്റിവെച്ച കുറേ ചേട്ടന്മാരുണ്ടാവും. പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് നാളെ പെങ്ങളെ ഫീസ് അടയ്ക്കാൻ ആലോചിച്ചിട്ട് എൻ്റെ പഠിത്തം വേണ്ട തീരുമാനിച്ച കുറേ പേരുണ്ടാവും. സോ അവർക്കൊരു പരിധി ഇല്ലാതെ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഡിസേവിങ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം, എഡ്യൂക്കേഷൻ ഒരു ബിസിനസ് അല്ലാതെ തന്നെ എന്ത് ചെയ്യണം, കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. അവിടെയാണ് ശരിക്കും പഠിച്ചൊരാൾ അത് കൊടുക്കുമ്പോഴുള്ള വ്യത്യാസം. അത് കൊടുക്കുക, ഒരു ടീച്ചർക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നത് ഏറ്റവും ഇഷ്ടത്തോടു കൂടിയാണ്. അത് ഫീസ് തന്ന് പഠിപ്പിക്കുക അല്ലെങ്കിൽ ഇത്ര പൈസ തന്നാലേ ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുകയുള്ളൂ എന്ന് പറയുന്ന വിദ്യാഭ്യാസ കച്ചവടത്തിനപ്പുറം അതൊരു ഇമോഷണൽ ബോണ്ടിങ്. നിങ്ങൾ മുന്നേ ഉസ്താദോ അങ്ങനെ അല്ല ഉസ്താദൊന്നുമല്ല. ഞാൻ പഠിച്ചത് ബിടെക് ആണ്, വയനാട് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചതൊക്കെ. ഇത് ഞാൻ റിലീജിയസ് ആയിട്ടുള്ള കുറച്ച് റൂൾസ് ഒബേ ചെയ്യുന്നു. എന്റെ പേഴ്സണാലിറ്റിയാണ്. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഒരു മാസമായിട്ട് താടി ഷേവ് ചെയ്യില്ല, ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊണ്ടുപോകും. അതെന്റെ പേഴ്സണൽ ഗോളാണ്. ഞാൻ അടുത്ത ഇതാ ഇത്ര താടിയാക്കണമെന്ന് എന്റെ ആഗ്രഹം. സുന്നത്തായിട്ട് ഞാനത് കൊണ്ടുനടക്കുന്നു. അപ്പോ മമ്മൂനെ നമ്മള് കുര്യൻ സ്റ്റഡി കുര്യന് പഠിപ്പ് നിങ്ങൾ ആർക്കും വേണമെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കാനല്ലോ പറഞ്ഞത്. ഈ വീട്ടിൽ ആർക്കും വേണമെങ്കിൽ കൊടുക്കൂലേ? കുര്യ ഒന്നും വന്നേ, നീ എന്താ ഉറക്കത്താ? നേരത്തെ കിടക്കുന്നുണ്ട്. മുഖം കേട്ടോ. അല്ല ഒരു മിനിറ്റ്, നിനക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഇങ്ങോട്ടോ ചോദിക്കട്ടെ. ഇവനെ പഠിപ്പിക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടാവും? പിന്നെ ഇപ്പൊ ഇതാ കഴിഞ്ഞ് ലാസ്റ്റ് സർട്ടിഫിക്കറ്റ് കുര്യനെ സംബന്ധിച്ച കുറച്ച് ഓപ്ഷൻസ് പറയാം. ഡിഗ്രി പഠിക്കാം. ഡിഗ്രി പ്ലസ് ടു പാസ് അല്ലേ? ഡിഗ്രി അതായത് ഞാൻ 9 ഇത് പ്ലസ് ടു പാസാ. നീയാ പോടാ കുര്യനാ? നീ പ്ലസ് ടു ഓ സീരിയസ്ലി? ഡിഗ്രി പഠിക്കാം. അതുപോലെ അക്കൗണ്ടിങ് കോഴ്സുകളുണ്ട്, അത് പഠിക്കാം. ആകെ ഷോക്കായോ? സലഫി ഉസ്താദ് തീ എന്ന് പറയുന്ന സലഫി ഉസ്താദ് തീ ആദ്യം തൊപ്പിയാൻ പഠിപ്പിക്കുന്നത്. ആദ്യം ആലോചിക്കാം. അത് ഞാൻ അതിന്റെ ഒരു പ്ലാൻ ഉണ്ട്. എനിക്ക് ഒരു ഡിഗ്രിയെല്ലാം എടുത്ത് വെച്ചാൽ നല്ലതാന്ന് തോന്നുന്നു. ഒന്ന് ആലോചിക്കണം. പക്ഷെ എനിക്ക് സമയം കിട്ടുന്നില്ലടാ. സമയം വളരെ കുറവാണ്. അത് നമുക്ക് ആലോചിക്കാം, നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പൊ നമുക്ക് കുര്യന്റെ കേസ്. ഓക്കെ കുര്യ ഓപ്ഷൻസ് ഉണ്ട്. ഡിഗ്രി പഠിക്കാം. ഇനിയൊരു അക്കൗണ്ടിങ് മേഖലയിലേക്കാണെങ്കിൽ അക്കൗണ്ടിങ് കോഴ്സുകൾ പഠിക്കാം. എ ആണെങ്കിൽ എ രൂപത്തിലുള്ള കോഴ്സ്. അക്കൗണ്ടിങ് പറ്റുന്ന നീ പറയുന്നപ്പോ അല്ല അങ്ങനല്ല, കുര്യനായിട്ട് ഒരു ബന്ധമില്ലാത്ത വാക്കുകളാണല്ലോ. ഗെയിമിങ്ങും അങ്ങനത്തെ കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ട് അങ്ങനത്തെ. സോ ആ രീതിയിലേക്കുള്ള നമ്മൾ ലോഞ്ച് ചെയ്തിട്ടില്ല. കൗൺസിലിംഗ് കോഴ്സുകളുണ്ട്. ഗെയിമിംഗ് കോഴ്സുകൾ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടോ? കേരളത്തിലുണ്ടോ? കുറവല്ലേ? അതാരും പഠിക്കുന്നില്ലല്ലോ. നമ്മള് സ്ട്രീമിംഗ് കോഴ്സ് ഇറക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു സംഭവം ഇറങ്ങുന്നുണ്ട്. നമ്മള് കേരളത്തില് ഒരു സ്ട്രീമിംഗ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പോയത്. യൂണിവേഴ്സിറ്റി സ്ട്രീമിംഗ് സ്കൂൾ. അപ്പം കുര്യ നിന്റെ അഭിപ്രായം പറ. നിന്റെയും കൂടി ഇതുണ്ടെങ്കിൽ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? എന്ത് പഠിക്കാനാ താല്പര്യമൊന്നുമില്ല, ഇപ്പൊ പഠിക്കാൻ താല്പര്യം. അതുകൊണ്ട് തന്നെ പലരും ഇപ്പോ രണ്ട് മോട്ടിവേഷൻ. അതെ, പണിക്ക് പോയിട്ട് പഠിക്കാം. ഇപ്പൊ എന്ത് പണിക്ക് പോകാനാണ് ആഗ്രഹം? കണ്ടെയ്നർ ഡ്രൈവർ ആവണം അല്ലേ? ഈ കണ്ടെയ്നർ ഡ്രൈവറിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയാലോ? നല്ലൊരു ബിസിനസ്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കണ്ടെയ്നർ ഡ്രൈവർ ആയാലോ? ആ ബെസ്റ്റ് കണ്ടെയ്നർ ഡ്രൈവറിന് ഒരു ബെസ്റ്റ് വിസ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് റിജക്റ്റ് ആയി. ആ ഒരു പെയിൻ പോയിന്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അല്ല, നിനക്കിപ്പോ കണ്ടെയ്നർ ഡ്രൈവർ ആണെന്നല്ലോ പറഞ്ഞത്. അതിന്റെ ആ ലെവലിൽ നിനക്ക് ഇതിനെ പഠിപ്പിക്കുവാണെങ്കിൽ നീ പഠിക്കാൻ പോവാ? പിന്നെ കുര്യനും കൂടി ആയി. കുര്യനായി. അപ്പൊ രണ്ട് അഡ്മിഷൻ ഈ വീട്ടിലുള്ള. അല്ല സീരിയസ് തമാശ അല്ല, ഇത് വെറുതെ ആക്കുന്നതല്ല. നീ പോണം, പഠിക്കോ. ലൈസൻസ് എല്ലാം പിന്നെ ആദ്യം പഠിക്കണ്ടേ? സൗണ്ട്
There is no sufficient disk space. Guys, നെറ്റ് എന്തെങ്കിലും ആയാ? ലൈവ് എന്തെങ്കിലും ആയിനാ? ലൈവ് കട്ടായാ? നോക്കിയ ചാറ്റ് ലൈവ് കട്ടായോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ ഒന്ന് സ്പാം ചെയ്തേ. എല്ലാം ഓക്കെ ആണെങ്കിൽ ഓക്കെ ഒന്ന് സ്പാം ചെയ്തേ. ചാറ്റ് 1 സെക്കൻഡ്. റെഡിയാ? സ്പേസ് ആക്കട്ടെ. ഓക്കെ റെഡി. ഓക്കെ ക്ലിയർ കുറവാന്നാ? ക്ലിയർ അത്രയെല്ലാം മതിയാണോ നീ? ക്ലിയർ നല്ല ക്ലിയർ ഉണ്ട്. വെറുതെ പറയല്ല. റെസ്പെക്ട് ചെയ്യുന്ന നമ്മള് എടാ നമ്മള് തമാശാക്കുന്നല്ലോ. ഇത് കുര്യനെല്ലാം പിടിച്ചിരുത്തി പഠിപ്പിക്കാന്ന് പറയുമ്പോ ഇവര് ഇതൊരു തമാശയായിട്ടാണ് പഠിപ്പിക്കണ്ടേടാ. സീരിയസ് ആ, ഇത് വെറുതെ ഇതാക്കുന്നതല്ല. റെസ്പെക്ട് ചെയ്യുന്ന പ്ലീസ് റെസ്പെക്ട് ഇത് സീരിയസ് ആയിട്ടാ. മമ്മൂനെ നമ്മള് തീരുമാനിച്ചു കഴിഞ്ഞു. മമ്മൂന് താല്പര്യം ഇല്ല, പക്ഷെ മമ്മൂനെ പഠിപ്പിക്കാൻ നമ്മള് തീരുമാനിച്ചു കഴിഞ്ഞു. ഇതിപ്പോ ഇതാ കുര്യന്റെ കാര്യം ഇപ്പൊ സംസാരിച്ച് കുര്യൻ ഓക്കെ അല്ലേ? കുര്യന് ഓക്കെ. 2 അഡ്മിഷൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. മനസ്സിലായോ? ഇത് വെറുതെ അങ്ങനെ കോമഡി കാണിക്കുന്നതല്ല. മനസ്സിലായോ? അപ്പം ഇവരെ രണ്ടാളെയും ഞാൻ ഏൽപ്പിക്കാന്ന്. പൊന്നുപോലെ നോക്കണം. സ്വീകരിച്ചിരിക്കുന്നു. മമ്മൂന് എന്താ 2 വാക്ക്? താല്പര്യമൊന്നുമില്ല. താല്പര്യം ഇല്ലെങ്കിൽ മൂക്കിനൊരു കുത്ത് കേട്ടാ. ബഹുകാത്ത പപ്സ് പോലെ ഉള്ള നിന്റെ മുഖം. താല്പര്യമൊന്നുമില്ല. നീ എന്താ ഫ്ലൈറ്റിൽ കയറിട്ട് എന്താ പറഞ്ഞത്? കട്ടൻ ചായ വേണമെന്ന്. ബ്ലാക്ക് ടീ എന്ന് പറയാനുള്ള വിദ്യാഭ്യാസം ഇല്ല ഇവന്. ശരിക്കും ചോദിച്ചത് ഇത് കട്ടൻ ചായ ചോദിച്ചല്ലേ? കട്ടൻ ചായക്ക് ബ്ലാക്ക് ടീ എന്ന് പറയണോ? ഇല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടൂല. അല്ല അതൊന്നല്ല ഞാൻ പറയുന്നത്. ആടെ നീ ആ ഒരു സിവിക് സെൻസ് നിനക്ക് കുറഞ്ഞു അല്ല? അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. നമ്മൾ പേഴ്സണലി ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രൂപത്തിൽ സംസാരിക്കും. അല്ല ഹേർട്ട് ചെയ്യുന്നതല്ല. അല്ല അത് ശരിക്കും ഭയങ്കര ചർച്ച വിഷയമായിട്ടുള്ളത്. അത് ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ടുള്ളത്. പിന്നെ അതിൽ ഞാൻ അഭിപ്രായം പറഞ്ഞു. റാമ്പൊക്കെ നല്ല പഠിപ്പുള്ളതാണ്. മറ്റേ ഹാർഡ്വെയർ എന്തോ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മാനേജ്മെന്റ് 10th കഴിഞ്ഞില്ലേ? ഇനി +2 എനിക്ക് ഓൺലൈൻ ആയിട്ട് എന്ത് ചെയ്യാം? 6 മാസം കൊണ്ട് പഠിച്ചെടുക്കാം. ക്വാളിഫിക്കേഷൻസ് എന്ത് ചെയ്യാം? ഗ്രാബ് ചെയ്യാം. അതില് കാണുന്നില്ല. അതിൽ ഉറങ്ങിയാന്ന്. അതിലെ പഠിപ്പിക്കുന്ന അതിൽ ഓൾറെഡി പഠിക്കുന്നുണ്ടോ പൊട്ടാ? പഠിക്കാൻ താല്പര്യം ഉണ്ടല്ലോ. അതിൽ ഓൾറെഡി പഠിക്കുന്നുണ്ട്. എന്റെ പിന്നെ ഞാൻ ആലോചിക്കട്ടെ. പിന്നെ ഇവൻ സിഎ എന്ന് പറഞ്ഞിട്ട് ഫേക്ക് സിഎ ആണ്. ഇതിന് ശരിക്കും സിഎ ആക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പൊ എന്തായാലും അതിൽ ഓൾറെഡി പഠിക്കുന്നുണ്ട് ഗൈസ്. +2 കഴിഞ്ഞിട്ടാ ഡിഗ്രി എടുക്കേണ്ടി. എടാ അതിൽ ഓൾറെഡി +2 പഠിച്ചോണ്ടിരിക്കുന്നതല്ല. മനസ്സിലായോ? +2 ആണ് ഡിഗ്രിയുടെ ബേസിക്. എഡ്യൂക്കേഷന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്ക് എഡ്യൂക്കേഷൻ ഞാൻ ഫയർ ആൻഡ് സേഫ്റ്റി ആണ് പഠിച്ചത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഇത്രയും പ്രായമായ സ്ഥിതിക്ക് 26 വയസ്സിൽ പഠിക്കുക. അതിൽ വേറെ കാര്യം ഞാൻ പറഞ്ഞു. അതോട് ഞാൻ ഫയർ ആൻഡ് സേഫ്റ്റി ആണ് പഠിച്ചത്. അത് സംബന്ധിച്ച് നിങ്ങൾ ചോദിച്ചാൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന് ഏത് കാലഘട്ടം കഴിഞ്ഞാലും ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഗോൾഡൻ അഡ്വൈസ് ആണ്. എടുത്തോ, സൂക്ഷിച്ചു കേട്ടോ. ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നമ്മൾ വിലസാൻ നിൽക്കുകയാണെങ്കിൽ പോലും ഒരൊറ്റ റൂള് ഗവൺമെന്റ് ഇറക്കാണ്. ഇന്ന് മുതൽ ക്വാളിഫിക്കേഷൻ വേണം എന്ന്. ദുബായിൽ അങ്ങനെ ഉണ്ടല്ലോ. ചൈനയിലെ ലൈസൻസും കാര്യങ്ങളും വേണം. അല്ല ഇത് ഫ്യൂച്ചർ എങ്ങനെയാവാം? കാരണം ഓൾറെഡി പല കൺട്രീസും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ പല ഉപയോഗിച്ച് പലരും എന്ത് ചെയ്യുന്നുണ്ട്, മെഡിസിൻസ് സജസ്റ്റ് ചെയ്യണ വ്ളോഗുകൾ വരെ ഉണ്ട്. അതൊക്കെ ഡേഞ്ചർ ആയിട്ട് മാറും. അപ്പോൾ അതിൽ നോളജ് ഉള്ളവർ വേണം അതിലെന്ത് ചെയ്യാൻ, എക്സ്പേർട്ടായിട്ട് കൺസൾട്ടിങ് നടത്താൻ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റെഗുലേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫീൽഡ് ഔട്ട് ആവാതെ നിൽക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ വേണ്ടി അതിനൊക്കെ പുറമെ വിദ്യാഭ്യാസം കൊണ്ട് ഇല്ലാത്തത് കൊണ്ട് പെയിൻ അനുഭവിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരോടൊന്ന് സംസാരിച്ചാൽ മാത്രം മതി അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. അല്ല അത് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോയതല്ലേ. അപ്പൊ എന്തായാലും ഗൈസ്, അപ്പം 5 പാവപ്പെട്ട കുട്ടികളെ എജു താലിം അസ്ലമക്ക പഠിപ്പിക്കാൻ പോയത്. അപ്പം നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ആരെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ടൈപ്പ് ചെയ്ത് എജു താലിം ഇന്റർനാഷണൽ ഇതല്ലേ ഫസ്റ്റ് ആണോ? ഉറപ്പാ? ഓക്കെ ഗൈസ്, നിങ്ങളെ അറിവില് എഡ്യൂക്കേഷൻ ഡിസേർവിംഗ് ആയിട്ടുള്ള അർഹിക്കുന്ന പാവപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. അസ്ലംക്ക് അവരെ മൊത്തം വിദ്യാഭ്യാസ ചെലവുകളും നോക്കുന്നതാണ്. ഓക്കെ, തൊപ്പി ഇത് വെറും വാക്കിൽ ഒതുങ്ങരുത്, ഇത് നടക്കണം ബ്രോ.
ദിസ് ഈസ് മൈ വേർഡ്. ഓക്കെ, ദിസ് ഈസ് മൈ പ്രോമിസ്. ഓക്കെ, മമ്മൂനെ പഠിപ്പിച്ചിരിക്കും, കുര്യാക്കോസിനെ പഠിപ്പിച്ചിരിക്കും, 5 പാവപ്പെട്ട കുട്ടികളെയും നമ്മൾ പഠിപ്പിച്ചിരിക്കും. ഓക്കെ, ദാറ്റ്സ് മൈ വേർഡ്. അത് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും അവസാനമായിട്ട് പറയാൻ? അവസാനമായിട്ട് പറയുകയാണെങ്കിൽ ഇവരെ ഈ ഡൗട്ട് പോയിന്റ് ഉണ്ടല്ലോ മമ്മോ, കുര്യാക്കോസ്, നമുക്ക് തീർത്തു കൊടുക്കണ്ടേ? സർട്ടിഫിക്കറ്റുമായിട്ട് മമ്മ എന്ത് ചെയ്യും? അല്ല ഞാൻ പറയുന്നത് +2 വേണ്ട, ഡയറക്റ്റ് ഡിഗ്രി എടുത്താൽ. +2 ആണ്ട് ഡിഗ്രി എടുക്കേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ അത് ആദ്യം കിട്ടണം. അതാണ് നീ ആദ്യം പഠിക്കേണ്ടത്. എടാ +2 എടുത്താലേ ഡിഗ്രി എടുക്കാൻ പറ്റും. കോഴ്സിന്റെ ലിസ്റ്റോ കോഴ്സിന്റെ അതെല്ലാം പിന്നെ നമ്മളെന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മളെന്തായാലും ഇവരെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നുണ്ട്. ഇതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളും ഫോമല് ഒപ്പലിടണം അല്ലേ? അതിന്റെ ഫില്ലിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്, മനസ്സിലാവും. ബാക്കി കുറച്ച് ഫോർമാലിറ്റീസ് എല്ലാം ഉണ്ട്. അപ്പൊ എന്തായാലും നാളെ മറ്റന്നാളായിട്ട് ഞാൻ ഇവരെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകും. ബാക്കി നമുക്ക് അവിടുന്ന് ഇതാക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ എഡ്യൂക്കേഷൻ ആവശ്യമായിട്ടുള്ള ആൾക്കാർ മെസ്സേജ് അയക്കുക. ഡോണ്ട് മിസ് ഇറ്റ്. ഇങ്ങനെ ഡിസേർവിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാർക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു അസ്ലംക, താങ്ക് യു ഫോർ കമ്മിങ്, താങ്ക് യു ഫോർ യുവർ ഗ്രേറ്റ് വേർഡ്സ്. നിന്നെ ഏൽപ്പിച്ചു വിടാം, മനസ്സിലാ? പഠിച്ചോളം മര്യാദയ്ക്ക്. ബംഗ്ലാദേശിൽ 2 കുട്ടികൾ അങ്ങോട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. ബാക്കിയെല്ലാം നിങ്ങൾ നോക്കി ചെയ്യുമെന്ന് നമുക്കറിയാം. എങ്കിലും കരുതലോടുകൂടി. ഓക്കെ ഗൈസ്, സലഫി ഉസ്താദിന്റെ ബാക്കിൽ ഇബ്ലീസ്. അതാരാ ഇബ്ലീസ്? ആരാ ഇബ്ലീസ് എന്ന് പറഞ്ഞ? ഇവനെ അസ്ബാക്കിനെ കണ്ടിട്ടില്ല. ഇവിടെ ഇബ്ലീസ്